നാട്ടിലെ ചില വാഹനാഭ്യാസികളെപ്പോലെ ഇവിടെ യു എയിലും ചില ചെറുപ്പക്കാർ ഈ യൂസ്ഡ് കാർ വാങ്ങിയിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് വളരെ ശബ്ദം കൂടിയ തരത്തിലുള്ള എൻജിനൊക്കെ പിടിപ്പിച്ച് അമിതമായ വേഗതയിൽ അഭ്യാസം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ അപകടപ്പെടുത്തുന്ന പ്രവണതയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വിവിധ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റുകൾ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തൊരു 20കാരൻ ഇങ്ങനെ അഭ്യാസം നടത്തി 80 km/h എന്ന സ്പീഡിൽ പോകേണ്ട സ്ഥാനത്ത് 140-ലധികം സ്പീഡിൽ പോയിട്ട് പെട്ടെന്നൊരു റേസ്, ഇങ്ങനെ സ്ട്രീറ്റ് റേസ് വിൻ ചെയ്തു. അതിനുശേഷം പിന്നെ കോൺഫിഡൻസ് അങ്ങോട്ട് കൂടി എവിടെ കൂടെയും ഇങ്ങനെ സ്പീഡിൽ നല്ല ശബ്ദത്തിൽ ഓടിക്കാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹത്തിന് സ്വയം തോന്നി. എന്നിട്ടൊരു ഇമാറാത്തി കുടുംബം വരുന്ന വഴിയിൽ അവർക്ക് നേരെ ഇടിച്ചു കയറ്റി, നിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ടു, ഇടിച്ചു കയറ്റി തത്സമയം മരണമടഞ്ഞ 4 പേരുടെ കഥ നമ്മുടെ മുന്നിലെത്തിയതാണ്. ഇപ്പോൾ ജയിലിലാണ് ഈ 20കാരൻ. അദ്ദേഹം ഇപ്പോൾ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഒരു ആവേശത്തിന് ഊർജം ചെലവഴിച്ച വഴി മാറിപ്പോയി എന്നൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ലോൺ എടുത്ത കാശിനാണ് 3.5 ലക്ഷം ദിർഹം ലോൺ എടുത്തിട്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ടാണ് ഇങ്ങനെ അദ്ദേഹം കാർ മോഡിഫൈ ചെയ്തതും അപകടത്തിലേക്ക് പോകുന്ന വിധത്തിൽ അതിനെക്കൊണ്ട് ആ മാനസികാവസ്ഥ തന്നെ മാറ്റിമറിച്ചെത്തിച്ചതും. ഏതായാലും നമ്മുടെ കുട്ടികൾ, യുവതലമുറ ജോലി കിട്ടുന്നു, നല്ല ശമ്പളം കിട്ടുന്നു എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളിലേക്ക് പോകരുതേ എന്ന് സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം. പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളിലേക്ക് പോയാൽ കടുത്ത ശിക്ഷയുണ്ടാകും, അനധികൃതമായി വാഹനം മോഡിഫൈ ചെയ്യാൻ തന്നെ പോകരുത് എന്നാണ് അവർ പ്രത്യേകിച്ച് പറയുന്നത്. നമ്മളെല്ലാവരും ഓർക്കുക. കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ജീവനക്കാരുടെ അവധിയുമായി ബന്ധപ്പെടുത്തി ജനുവരി 1 പറഞ്ഞിരുന്നു. ഏതായാലും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ജനുവരി 1 വ്യാഴാഴ്ച അവധിയായിരിക്കും, ശമ്പളത്തോടു കൂടി അവധിയായിരിക്കും എന്ന പ്രഖ്യാപനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് യു എയിൽ വന്നിട്ടുണ്ട്. അതേസമയം ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യേണ്ടി വരും, ചില കമ്പനികളിൽ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഒന്നുകിൽ അതിൻ്റെ ഓവർ ടൈം, അതല്ലെങ്കിൽ മറ്റൊരു ദിവസം കോമ്പൻസേറ്ററി ഹോളിഡേ കൊടുത്തിരിക്കണം. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.